നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ക്യാൻ ഇല്ലാണ്ട് എങ്ങനെ ഒരു ഫ്രോക്ക് പഫി ആയിട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇതൊരു 1 ഇയർ ആയിട്ടുള്ള ഒരു ബേബീന്റെ ഫ്രോക്കാണ്. കുട്ടികളാവുന്ന സമയത്ത് ഉള്ളിൽ ക്യാൻ കൊടുക്കുമ്പോൾ അത് അവർക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരും കംഫർട്ടബിൾ ആയിരിക്കും. എന്നാൽ ഫ്രോക്ക് നല്ല പഫി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ എങ്ങനെയാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഹോഴ്സ് വെയർ ആണ്. ഞാനിവിടെ 1 ഇഞ്ച് വിടുത്തുള്ളതാണ് എടുത്തിരിക്കുന്നത്. പിടുത്തി കൂടിയ ടൈപ്പും ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഫ്രോക്കിന്റെ ഏറ്റവും ടോപ്പിലുള്ള ലെയറിന്റെ മുകളിലായിട്ട് നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. എത്രത്തോളം പ്ലേറ്റ് കൊടുത്തിട്ടുണ്ടോ അത്രയും പ്ലേറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എൻഡ് എത്തുന്ന സമയത്ത് ഇതേപോലെ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഹോസ് വെയറിനെ ചീത്ത ഭാഗത്തേക്ക് റോങ് സൈഡിലേക്ക് മറിച്ചെടുക്കുക. ഈ രണ്ട് എൻഡും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ഒരു സൈഡിൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഓപ്പോസിറ്റ് സൈഡും കൂടി സ്റ്റിച്ച് ചെയ്യാം. ഫ്രോക്കിന്റെ സ്കേർട്ട് പോർഷൻ സർക്കിൾ ടൈപ്പിലല്ല, അതുകൊണ്ട് തന്നെ റേഡിയസിൽ വ്യത്യാസവും കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. സെയിം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ പഫി ആയിട്ട് അത് വന്നിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഹോസ് വെയർ പുറത്തേക്ക് വിസിബിൾ ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വിടുത്ത് കൂടുതലുള്ള ഹോസ് വെയർ എടുത്തിട്ട് ഇതിന് അങ്ങനെ വിടാം. അതല്ല നിങ്ങൾക്ക് അത് പുറമേക്ക് കാണുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു പീസ് വെച്ചിട്ട് അത് ഹൈഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു 2 ഇഞ്ച് വിടുത്തിൽ നെറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് പ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു പ്ലീറ്റ് ഞാൻ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലീറ്റ് ഇടുന്ന സമയത്ത് ഓൾറെഡി പ്ലീറ്റിന്റെ സെന്ററിലാണ് സ്റ്റിച്ച് കൊടുത്തത്. അതേ സ്റ്റിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ സെന്ററിലായിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇതേപോലെ ഞാനൊരു 3 ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്യാൻ കൊടുക്കാൻ താല്പര്യമില്ല, എന്നാൽ നല്ല രീതിയിൽ പഫി ആയിട്ട് നിങ്ങളുടെ ഫ്രോക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്